ഹലോ, ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമുക്ക് അധികം മസാലയൊന്നുമില്ലാതെ കുറച്ച് ഇൻഗ്രീഡിയൻസും ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അത്ര വലിയ സമയമൊന്നും ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട കേട്ടോ. മാത്രമല്ല ഈ ചൂട് കാലത്ത് ഇഫ്താറിനും നമുക്ക് വിളമ്പാവുന്ന ഒരു കിടിലൻ ഐറ്റമാണ് കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ സാധാരണ പാക്കറ്റിൽ വാങ്ങിക്കുന്ന ഗ്രീൻ പീസ് തലേ ദിവസം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രോസൺ ആയിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഈ ഗ്രീൻ പീസ് ഇങ്ങനെ പച്ചയ്ക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇത് വാങ്ങിക്കൊടുന്ന് തൊലി കളഞ്ഞിട്ട് വെക്കുന്നതാണ്, ഫ്രീസ് ചെയ്ത് വെക്കുന്നതാണ്. ഞാനിവിടെ ഒരു 3 പിടിയോളം മല്ലിയില എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ പച്ചമുളക്. എരിവിനായിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളക് എടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 സവാളയും എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്, വളരെ കുറച്ച് മാത്രം മതി. ഇനി ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പോളം ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് 2 രീതിയിൽ ഫ്രോസൺ ചെയ്തതാണെങ്കിലും മറ്റേ നമ്മൾ പാക്കറ്റ് വാങ്ങിക്കുന്നതാണെങ്കിലും ഒരേ ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. അത് തലേ ദിവസം വെള്ളത്തിലൊന്നിട്ട് നല്ലോണം കുതിർത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഗ്രീൻ പീസും മല്ലിയിലയും അതുപോലെ തന്നെ പച്ചമുളക്, സവാള, ഇഞ്ചി, ഇത്ര ഐറ്റംസ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് വേഗം ആയി വരും. അപ്പോൾ അതാ നല്ല പച്ച കളറിലാണ് ഇതിരിക്കുക കേട്ടോ. ഇത് ഇനി ഇത്രയേ വേണ്ടുള്ളൂ, അധികം ഒന്നും ഇങ്ങനെ അരഞ്ഞു പോകുമൊന്നും വേണ്ട, ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പരിപ്പ് വടേനെക്കാട്ടിലും ടേസ്റ്റാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്ര ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/2 സ്പൂണോളം ജീരകപ്പൊടിയാണ്. ക്യൂമിൻ സീഡ്, നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന ജീരകം ഉണ്ടല്ലോ, ക്യൂമിൻ സീഡിൻ്റെ പൊടി, അതൊന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഏതാണ്ട് ഒരു 3/4 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി കടലമാവും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. കടലമാവ് 1 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കൈ കൊണ്ട് ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾക്കിത് അധികം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. പക്ഷേ റെസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു അരമണിക്കൂറൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുത്ത് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം നന്നായിട്ട് ഞാനിപ്പോൾ അവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മിക്സ് ചെയ്ത ഈ ഒരു കൂട്ടിൽ ഉപ്പൊക്കെ നല്ല കറക്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ വെക്കണം. ഇനി കൈ ഇതിലൊന്ന് മുക്കിയിട്ട് സാധാരണ നമ്മൾ പരിപ്പ് വടയ്ക്കൊക്കെ എങ്ങനെയാണോ ചെയ്യുക ആ ഒരു രീതിയിൽ ഇതിനെ ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ കിട്ടിയില്ലേ. ഇങ്ങനെ ബാക്കിയുള്ളതും കൂടെ എടുക്കണം കേട്ടോ. ഞാൻ കഴിച്ചതിൽ എനിക്ക് നല്ല ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മസാലയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ ഉണ്ടാക്കി വെച്ച് അപ്പോൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ മസാലയിൽ എന്തുണ്ടാക്കാൻ പറ്റുന്നില്ല നമ്മളൊക്കെ നോക്കാറ്. അപ്പോൾ കൂടുതൽ മസാലയില്ലാതെ ഏറ്റവും കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ അത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഈ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ ഒരു പാത്രത്തിൽ നിരത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായിൽ എണ്ണ ചൂടാവാൻ വെക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇത് ഉരുട്ടിയെടുക്കുമ്പോൾ തന്നെ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു ഡ്രോപ്പ് ഇതുപോലെ ഇട്ട് നോക്കിയപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് ഇതിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നാലാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. നമ്മൾക്കിത് മുറിച്ചെടുക്കുമ്പോൾ കാണാൻ പറ്റില്ല, ഇത് നല്ല ഗ്രീൻ കളറായിട്ടാണ് ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോഴാണ് ആ പച്ചച്ചവ് വരുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ 2 ഭാഗം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കളറ് നമ്മൾ ഇടുന്ന കളറാവില്ല, ഇതിങ്ങനെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും, പുറത്തൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ആയി വരുമ്പോൾ നല്ലോണം പൊങ്ങി വരികയും ചെയ്യും, ഇതിൻ്റെ കളറ് മാറുകയും ചെയ്യും. അപ്പോൾ ഇത് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഈ എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ അതാ നല്ല ഗ്രീൻ പീസ് കൊണ്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൽ ഇറച്ചി മസാലയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട്
ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ പണി. സാധാരണ ഗ്രീൻ പീസ് വെച്ചിട്ട് കറി വയ്ക്കുകയോ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നല്ല രുചിയാണ്. അതുപോലെ തന്നെയാണ് ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു തവണ ഉണ്ടാക്കിയാൽ തന്നെ ഇഷ്ടപ്പെടും. അത്രയും നല്ലൊരു മണവും അതുപോലെ തന്നെ നല്ല രുചിയൊക്കെയാണ് കേട്ടോ ഗ്രീൻ പീസ് വട എന്ന് പറയുന്നത്. ഇത് നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ അതാ തയ്യാറായിട്ടുണ്ട് ഗ്രീൻ പീസ് വട. ഇനി നമുക്കിത് ഒരെണ്ണം എടുത്തിട്ടൊന്ന് മുറിച്ച് നോക്കാം. ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം വെക്കുകയും ചെയ്യാം കേട്ടോ. പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, ഉള്ളിൽ വേണ്ട നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ആ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെന്ത് വരണം. നമ്മൾ ഉപ്പിട്ട് വേവിച്ചാൽ എങ്ങനെയാണോ ഗ്രീൻ പീസ് ഇരിക്കുക അതിങ്ങനെ കടിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. നമ്മുടെ ഈ ചാനൽ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.